ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് എക്സലിലെ മാക്രോസ് എന്ന് പറയുന്ന ഒരു ടൂളിനെ കുറിച്ചാണ്. ഈ മാക്രോസ് എന്ന് പറയുന്ന ടൂള് എക്സലിൽ ഉപയോഗിക്കുന്നത് നമ്മൾ വിഷ്വൽ ബേസിക്കിൽ പ്രോഗ്രാം ചെയ്യുന്നത് പോലെ പ്രോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയാണ് മാക്രോസ് എന്ന് പറയുന്ന ടൂൾ ഉപയോഗിക്കുന്നത്. ഈ ടൂൾ എക്സലിൽ കാണുന്നത് ഈ ഡെവലപ്പർ എന്ന് പറയുന്ന എക്സലിന്റെ ടോപ്പിൽ ഡെവലപ്പർ എന്ന് പറയുന്ന മെനുവിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ റെക്കോർഡ് മാക്രോ എന്നൊരു മെനു കാണാം. അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇത് ഉപയോഗിച്ച് ഞാൻ ചെയ്ത എക്സലിലെ കുറേ ബട്ടൺസ് ആണിത്. ഇൻസേർട്ട്, ഡിലീറ്റ്, ലെഫ്റ്റ് ബ്രാക്കറ്റ്, റൈറ്റ് ബ്രാക്കറ്റ്, എ ബി സ്ക്വയർ, 2 ഈക്വൽ ടു പ്ലസ് മൈനസ്. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഈ മാക്രോസ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ച് ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് അടുത്ത ഇതെങ്ങനെയാണ് മാക്രോസ് ഉപയോഗിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരു സിമ്പിൾ ഒരു മാർഗവും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഉദാഹരണത്തിന് എനിക്ക് ഇതിനകത്തുനിന്നും ഒരു റോ ഡിലീറ്റ് ചെയ്യണം. ഞാനിത് എക്സലിൽ തന്നെ ചെയ്തതാണ്. എക്സലിൽ എനിക്ക് ഇതിനകത്തുനിന്ന് ഇതൊന്ന് ക്ലിയർ ചെയ്യണം. ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് ക്ലിയർ ആയി. കണ്ട, അതുപോലെ ഇതെനിക്ക് ഡിലീറ്റ് ചെയ്യണം. ഡിലീറ്റ് ആക്കി. ഇത് ഡിലീറ്റ് ചെയ്യണം. ഡിലീറ്റ് ചെയ്തു. എനിക്കിനിയിപ്പം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നുള്ള മാത്തമാറ്റിക്സിലെ ഫോമുല എനിക്ക് എഴുതണം. എഴുതുന്നതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യും? ഞാൻ ആദ്യം ഈ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടു, പിന്നെ എ ഇട്ടു, പിന്നെ പ്ലസിൽ ടിക്ക് ചെയ്തു, ബിയിൽ ടിക്ക് ചെയ്തു, പിന്നെ ഈ സ്ക്വയർ ഇട്ടു, പിന്നെ സ്ക്വയർ ക്ലിക്ക് ചെയ്തു. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇനിയിപ്പോൾ എനിക്ക് അടുത്ത റോയിലേക്ക് പോകണം. അതിന് പോകുന്നതെന്ന് വെച്ചാൽ ഇൻസേർട്ട് പ്രസ് ചെയ്യുക. ഇൻസേർട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത റോ ക്രിയേറ്റ് ചെയ്യും. ഈ റോയ്ക്കകത്ത് നമുക്ക് അടുത്ത ഫോമിൽ എഴുതാൻ പോവാണ്. ഈ ബ്രാക്കറ്റ് ക്ലിക്ക് ചെയ്തു, എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. എ സ്ക്വയർ എ മൈനസ് ബി ഹോൾ സ്ക്വയർ എ മൈനസ് എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നുള്ള ഫോമിൽ ഞാൻ എഴുതി. ഇനിയിപ്പോൾ എനിക്ക് വീണ്ടും അടുത്തത് എഴുതണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ എനിക്കിവിടെ ആൾറെഡി ഉണ്ട്, റോ ഉണ്ട്. റോ ഇല്ലെങ്കിൽ എനിക്ക് ഇൻസേർട്ട് ചെയ്യാം. റോ ആൾറെഡി ഉണ്ട്. അതുകൊണ്ട് ഞാനിവിടെ അടുത്തത് എഴുതാൻ പോകുന്നത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഈക്വൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അത് ഈ ബ്രാക്കറ്റ് ഇട്ടു, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഈസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇതുപോലെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇത് ചെയ്യുന്നത് എക്സലിലെ മാക്രോസ് എന്ന ടൂൾ ഉപയോഗിച്ചാണ്. എങ്ങനെയാണ് മാക്രോസ് ക്രിയേറ്റ് ചെയ്യുന്നത്? മാക്രോസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. മാക്രോസ് ക്രിയേറ്റ് ചെയ്യുന്ന ഫോർ എക്സാമ്പിൾ എനിക്കിപ്പം ഇവിടെ പ്ലസ് ഉണ്ട്, മൈനസ് ഉണ്ട്, ഈക്വൽ ടു ഉണ്ട്, എ ഉണ്ട്, ബി ഉണ്ട്, ഇതുപോലെ ഉണ്ട്. എനിക്കിവിടെ ഇനി ഇൻറ്റു എന്ന് പറയുന്ന ഒരു ബട്ടൺ എനിക്ക് ക്രിയേറ്റ് ചെയ്യണം. ഇൻറ്റു എന്നുള്ള ബട്ടൺ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഇൻസേർട്ട് ടാബിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഈ എക്സലിലെ ഷേപ്സ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ആ ഷേപ്സിൽ ക്ലിക്ക് ചെയ്യാം. ഷേപ്സ് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഈ സ്ക്വയർ പോലത്തെ ഇതെടുക്കുന്നു. ഈ ടൂൾ ഈ ഒബ്ജക്റ്റ് എടുക്കുന്നു. ഈ ഒബ്ജക്റ്റ് ഞാൻ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ വരച്ചു. വരച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു? ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തു.
റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ എഡിറ്റ് ടെക്സ്റ്റ് എടുത്തു. എഡിറ്റ് ടെക്സ്റ്റ് എടുത്തതിന് ശേഷം ഞാൻ കീബോർഡിൽ നിന്നും ഷിഫ്റ്റ് എക്സ് പ്രസ് ചെയ്തു. ഇനി ഇതിൻ്റെ കളർ ഞാൻ ചേഞ്ച് ചെയ്യാൻ പോകാം. കളറും ഫോണ്ടും അതിന് ഫോമിൽ പോവുക, ഫോർ കളർ ഇൻറ്റു ആക്കി. ഇനി ഞാൻ ഇതിനെ അങ്ങ് സെൻറ്ററിലേക്ക് പ്ലേസ് ചെയ്യാണ്. സെൻറ്ററിലേക്ക് പ്ലേസ് ആയി അല്ലേ? അപ്പോൾ നമുക്ക് ഇൻറ്റു കിട്ടി. ഇപ്പോൾ ഇതിൻ്റെ ഫോണ്ട് അല്പം ഒന്ന് കൂട്ടുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ ചെന്നിട്ട് ഒരു 18 ഒക്കെ ആക്കി കഴിഞ്ഞാൽ, സോറി, ഇവിടെ ചെന്നിട്ട് എഡിറ്റ് ടെക്സ്റ്റ് എടുക്കുക. എഡിറ്റ് ടെക്സ്റ്റ് എടുത്തിട്ട് ഇവിടെ ചെന്നിട്ട് ഒരു 18 അത്രയും വേണ്ട. ഓക്കെ, അപ്പോൾ ഇത്രയും ആക്കി. ഓക്കെ, ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാറും. ഇവിടെ ഇൻറ്റു വരില്ല. പക്ഷെ ഇത് വരാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ ഇത് റെക്കോർഡ് ചെയ്യണം. അതായത് ഇത് ചെയ്യണം. ഇതിനകത്ത് പ്രോഗ്രാം ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് കിട്ടുകയുള്ളൂ. അതിന് ഞാൻ ചെയ്യുന്ന ഡെവലപ്പർ എന്ന് പറയുന്ന ഇതിനകത്ത് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ റെക്കോർഡ് മാക്രോ അല്ലെങ്കിൽ റെക്കോർഡ് മാക്രോ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ അടിക്കും, ആ മാക്രോയുടെ പേര് കൊടുക്കും, ഇൻറ്റു എന്ന് കൊടുക്കും. എന്നിട്ട് ഓക്കെ എന്ന് കൊടുത്തു. എന്നിട്ട് ഞാൻ ആ റെക്കോർഡിങ് സ്റ്റോപ്പ് റെക്കോർഡിങ് ചെയ്തു. സ്റ്റോപ്പ് റെക്കോർഡിങ് ചെയ്ത് കഴിഞ്ഞാലും ഇത് വർക്ക് ചെയ്യുകയില്ല. ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ മാക്രോയിനകത്ത് പ്രോഗ്രാം കോഡ് എഴുതണം. അതിന് ഞാൻ ചെയ്യുന്നത് ഈ മാക്രോയ്ക്കകത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ ചെയ്ത ഇത് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ വീണ്ടും മാക്രോ വീണ്ടും ഞാൻ റെക്കോർഡ് ചെയ്യാൻ പോവുകയാണ്. റെക്കോർഡ് മാക്രോസ് അതിനകത്ത് ഞാൻ ഇൻറ്റു എന്ന് കൊടുക്കും. ഇൻറ്റു എന്ന് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത് ചോദിക്കും, ഈ മാക്രോ ഞാൻ ആൾറെഡി ക്രിയേറ്റ് ചെയ്തതാണ്, അതുകൊണ്ട് ഇത് വീണ്ടും ഇത് ഉപയോഗിക്കണോ, റീപ്ലേസ് എക്സിസ്റ്റിംഗ് മാക്രോ എന്നാണ് ചോദിക്കുന്നത്. പറയും ഓക്കെ, റീപ്ലേസ് ചെയ്തു, യെസ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, ഈ മാക്രോസിനകത്തുനിന്ന് ഇൻറ്റു എന്ന് പറയുന്നത് എടുത്തിട്ട് എഡിറ്റ് പ്രസ് ചെയ്യുക. എഡിറ്റ് പ്രസ് ചെയ്യുമ്പോൾ നമുക്കൊരു മെനു വരും. ഈ മെനുവിനകത്ത് നമ്മൾ കോഡ് എഴുതുക. മെനുവിനകത്ത് ഞാൻ എഴുതാൻ പോകുന്ന കോഡ് എന്ന് പറയുന്നത് ആക്റ്റീവ് സെൽ. ഇതിനെ ഞാൻ കോപ്പി ചെയ്യുകയാണ്. എൻ്റെ കയ്യിൽ ആൾറെഡി ഉണ്ട്. ആ കോഡ് ഞാൻ ഇങ്ങോട്ട് കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്ത് അതെന്താണ് ഞാൻ പറഞ്ഞുതരാം. അത് ഇത്രയേ ഉള്ളൂ. ആക്റ്റീവ് സെൽ ഡോട്ട് ഫോർമുല R1 C1 ഈക്വൽ ആക്റ്റീവ് സെൽസ് ഡോട്ട് വാല്യൂ പ്ലസ് ഇൻറ്റു എന്ന് കൊടുക്കുക. അപ്പോഴെന്ത് ചെയ്യും, നമ്മുടെ സെല്ലിനകത്ത് ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റു എന്ന് വരും. ഇതിൻ്റെ പേര്, മാക്രോയുടെ പേര് ഇൻറ്റു എന്നാണ്. ഞാൻ എന്നെ സേവ് ചെയ്തു. ഇനി ഞാൻ നേരെ തിരിച്ച് എക്സൽ ഷീറ്റ് വീണ്ടും ചെല്ലുകയാണ്. ഇപ്പോൾ എനിക്കൊരു മാക്രോ ഉണ്ട്. ആ മാക്രോയുടെ പേരെന്താ, ഇൻറ്റു. എന്നിട്ട് ഞാൻ ഈ മാക്രോ ഇതിനകത്ത് അസൈൻ ചെയ്യണം. ഇതിനകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അസൈൻ മാക്രോ ഇവിടെ ഇൻറ്റുവിനകത്ത് ക്ലിക്ക് ചെയ്തു. ഇപ്പം ഞാൻ ഇതിനകത്ത് മാക്രോ അസൈൻ ചെയ്തു. ഇനി എനിക്കിനി ഇൻറ്റു എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വരുന്നില്ല. അതേസമയം മൈനസ് എന്ന് ക്ലിക്ക് ചെയ്താൽ സ്റ്റോപ്പ് റെക്കോർഡിങ് ചെയ്തില്ലായിരുന്നു, അതുകൊണ്ടാണ് വരാറ്. ഇനി ഞാൻ ഇൻറ്റു എന്ന് ക്ലിക്ക് ചെയ്താൽ വരുന്നു, കണ്ട. അതായത് എനിക്ക് A ഇൻറ്റു B = C എന്ന് എഴുതണം. അതിനെന്ത് ചെയ്യും, ഞാൻ A ഇൻറ്റു, ഞാനത് ക്ലിയർ ചെയ്യാണ്. ക്ലിയർ ചെയ്യുന്നതിന് ഇവിടെ ഉണ്ട്, ഡിലീറ്റ് അടിച്ചാൽ
അതായത് കുറച്ചുകൂടെ നല്ല രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റുമായിരുന്നു. ഞാനിപ്പോൾ തൽക്കാലം ഇത് എഴുതി കാണിക്കാം. എ സോറി, ഞാൻ ക്ലിയർ ചെയ്യാണ്. അങ്ങനെയല്ല, ഡിലീറ്റ് ചെയ്തു. എ ഇൻറ്റു ബി. ഞാൻ എഴുതിയ മാക്രോ കോഡ് തെറ്റിപ്പോയി, അതുകൊണ്ടാണ് ഇങ്ങനെ വരാൻ കാരണം. ഇത് വീണ്ടും നന്നായിട്ട് എഴുതേണ്ടതായിട്ടുണ്ട്, എന്നെങ്കിലേ ഇത് വർക്ക് ആവുകയുള്ളൂ. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് മാക്രോസിനെ കുറിച്ച് കൂടുതലായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ മാക്രോസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഈ മാക്രോസ് ഞാൻ ക്ലിയർ ചെയ്യുകയാണ്. ഞാൻ ക്ലിയർ ചെയ്യുന്നു. കണ്ട, ഞാൻ നേരത്തെ എഴുതിയ മാക്രോസ് ഞാൻ ക്ലിയർ ചെയ്യാം. ഇതെല്ലാം നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് ഞാൻ ആലോചിച്ചിരുന്ന് ചെയ്തത് കൊണ്ടാണ് അതങ്ങനെ കിട്ടിയത്. ചെയ്യുമ്പോൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പതുക്കെ ഇരുന്ന് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കിത് കിട്ടുകയുള്ളൂ. ഈ മാക്രോസ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പൂർണ്ണമായി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനിയും കൂടുതൽ വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇടുന്നതായിരിക്കും. അതെല്ലാം നിങ്ങൾക്ക് വാച്ച് ചെയ്യുക. സംശയങ്ങളുണ്ടെങ്കിൽ എനിക്ക് ചോദിക്കുക. സംശയമുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക. എൻ്റെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട. നിങ്ങൾക്ക് വീണ്ടും ഞാൻ നല്ല നല്ല വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. ഈ വീഡിയോ വാച്ച് ചെയ്തതിൽ നന്ദി, വളരെ നന്ദിയുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഞാൻ തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.